ഹലോ ഹലോ എടാ സെഫീക്കേ. സിസാക്ക, ഇജാ പറഞ്ഞ പൈസയില് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിത്തരാണ്ടാവൂടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അത് എനിക്ക് ഉപയോഗിക്കാനുള്ള വണ്ടിയല്ലാന്ന്. എനിക്കൊരു 500-1000 ഏറെ കിട്ടിയാൽ ഞാനത് തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചെന്നുള്ളൂടാ. പിന്നെ ഞാനേ നമ്മളാ കോയിശ്ശേരി പറമ്പിലേ ഇണ്ടിച്ചിങ്ങോട്ട് വാ, ഞാൻ ഇവിടെ വണ്ടിയിൽ തന്നെ കാത്തിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എടീ മാളുമ്പോ പല കുട്ടി ബേജാറാണ്ടടി. ഉപ്പച്ചി എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം. ആയിക്കോട്ടെ, എന്നാ വെച്ചാളാ. ഷെഫീഖേ, എന്നാ വണ്ടിന്റെ ബുക്കും പേപ്പറും ഒന്ന് നോക്കിക്കളാ. സിസക്ക, ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു 25 കൂടുതൽ എടുക്കാൻ കഴിയൂല. ആയിക്കോട്ടെ, എന്നാ ആയിക്കോട്ടെടാ. അസക്ക, വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കംപ്ലൈന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ലടാ, അഞ്ച് നോക്കിക്കളാ, നന്നായിട്ട് നോക്കിക്കളാ. പൈസ ഞാൻ വൈകുന്നേരത്തിന് റെഡിയാക്കി തരുള്ളൂ കേട്ടാ. എന്തേ പസീസക്ക എത്ര ബുദ്ധിമുട്ടായപ്പോ വണ്ടി കൊടുക്കണേ? എടാ, എന്റെ കുട്ടിക്ക് 10ാം ക്ലാസ്സിൽ ഫുള്ളും A+ കിട്ടിയിരിക്കുന്നു. 2-3 അലോട്ട്മെന്റ് വന്നതിലും ഓള് പഠിച്ച സ്കൂളിൽ കിട്ടിയില്ല. അതിനെന്തിനാ സീസാക്ക വണ്ടി ഇപ്പൊ കൊടുക്കണ? അതന്നെയാണ് ഞാൻ പറയുന്നത്. 2-3 ദിവസമായിട്ട് ഞാൻ ഈ ഒരു അൽച്ചിലാണ്. ഞാൻ സ്കൂളിൽ പോയി കണ്ട് ചോദിക്കുമ്പോ ഓര് പറയും പഞ്ചായത്ത് മാറിയിരിക്കണ്, അങ്ങട്ടാണ് ഇങ്ങട്ടാണ്. എനിക്ക് ഇതൊന്നും അറിയില്ല സെഫീഖേ. അല്ല, നിങ്ങളെ കുട്ടി അവിടെ തന്നെ പഠിച്ചത്? എന്റെ കുട്ടി അവിടെ തന്നെയാണ് പഠിച്ചത്. അതാവുമ്പോ അധികം ദൂരവും ഇല്ല, എനിക്കും തന്നെ ഒരു സമാധാനമാണ്. നിങ്ങൾ ഫുള്ള് A+ കിട്ടിയെന്നല്ലേ പറഞ്ഞത്? എടാ അത് തന്നെ, അത് നോക്കി ഇതാ ഫോണിൽ ഇതാ വന്നിക്കണ്, കണ്ടില്ലേ? ഓൾക്ക് സയൻസിന് ചേരാനാണ് പൂതി. പണ്ട് ഞങ്ങളെ മുറ്റത്തേക്ക് റോഡില്ലാത്ത കാലത്ത് ആസ്പത്രിയിൽ എത്തിക്കാൻ വൈകിയത് കാരണമാണ് ഓളമ്മ മരിച്ചത് എന്ന് അറിഞ്ഞ കാലം മുതൽ ഓളെ ഉള്ളിലുള്ള ഒരേ ഒരു ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആകുക എന്നുള്ളത്. അതിന് ഞാനും എതിരൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് പൈസ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് തികയാത്തത് കൊണ്ടാണ് ഞാൻ എന്നെ വിളിപ്പിച്ചത്. എനിക്കൊന്നും മനസ്സിലാവില്ല സിസാക്ക, നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അതെടാ, അലോട്ട്മെന്റിൽ പേരില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞാനും എൻ്റെ മോളും കൂടി പോയി കണ്ട് മാനേജറോട് സംസാരിച്ച്. അല്ല, എന്നിട്ട് മാനേജർ എന്താ പറഞ്ഞേ? 50,000 ഉറുപ്പ്യ ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നെക്കൊണ്ട് കജിനമാതിരി അവിടുന്നും ഇവിടുന്നും കൂടെ ഒപ്പിച്ചും കണ്ട് ഒരു 15,000 ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞു. 50,000 കിട്ടണം എന്നുള്ള വാശിയിലാണ് മൂപ്പര്.